പ്രിയമുള്ളവരെ, 2025 നവംബർ മാസം 8-9 തീയതികളിൽ തിരുമൂലപുരം ഇട്ടിത്തമ്മൻ കത്തനാർ നഗറിൽ നടക്കുന്ന ജ്ഞാനായ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സംഗമത്തെപ്പറ്റി സമുദായ സെക്രട്ടറി നടത്തിയ അഭിപ്രായ പ്രകടനവും ഭീഷണിയും സോഷ്യൽ മീഡിയയിൽ കൂടി കേട്ടു. അത് മറുപടി അർഹിക്കുന്നതല്ല. എങ്കിലും ചിലരുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സെക്രട്ടറി ആരോപിക്കുന്നത് പോലെ ഈ സംഗമം ഒരു സമാന്തര യോഗമോ വിഘടന പ്രവർത്തനമോ അല്ല. മറിച്ച് ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്നവരും ഈ സമുദായം എന്നും കെട്ടുറപ്പോടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും ഭക്തിയും വിധേയത്വം പുലർത്തുന്നവരും ആയത് അവരുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ സമാന ചിന്താഗതിക്കാരായ ജ്ഞാനായക്കാരുടെ ഒരു കുടുംബ കൂട്ടായ്മ മാത്രമാണ് ഈ സംഗമം. പരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു വേദിയാണ് ഇത്. നഷ്ടപ്പെട്ടു പോയ സമാധാനവും സൗഹൃദവും സമുദായത്തിൽ മടക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ഒത്തുചേരലാണ് ഈ സംഗമം. ഈ സംഗമത്തിന്റെ ക്ഷണക്കത്ത് ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി, ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങൾ, വൈദികർ ഉൾപ്പെടെ എല്ലാ അസോസിയേഷൻ അംഗങ്ങൾക്കും അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ സെക്രട്ടറി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൂട്ടാറുള്ള ഗ്രൂപ്പ് യോഗം മാതിരി ഒരു മീറ്റിംഗ് അല്ല ഈ സംഗമം എന്ന് വ്യക്തമാണ്. ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം സമുദായത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും അന്ത്യോക്യ വിശ്വാസം നിലനിർത്തുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംഗമം. ഈ സമ്മേളനം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും മറ്റും സെക്രട്ടറി പറയുന്നത് കേട്ടു. എന്തൊരു വിഡ്ഢിത്തരം! ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് 3 പൗരന്മാരുടെ മൗലിക അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 19 പ്രകാരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും യോഗങ്ങൾ ചേരുവാനും പ്രസംഗിക്കുവാനും ഓരോ പൗരനും അവകാശമുണ്ട്. വക്കീലന്മാർ കൂടെ ഉണ്ടല്ലോ. ഒരു ഭരണഘടന സംഘടിപ്പിച്ച് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം പറയുന്നു ഈ സംഗമം സമാന്തര പ്രവർത്തനമാണെന്ന്. എന്നാൽ ആരാണ് സമാന്തര പ്രവർത്തനങ്ങളും സമാന്തര സംഘടനകളും ഉണ്ടാക്കുന്നത്? ജ്ഞാനായ കത്തോലിക്ക സഭയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചിലരെയും തന്റെ കുറച്ച് സിംഗിളുകളെയും ചേർത്ത് ജ്ഞാനായ ഗ്ലോബൽ പാർലമെന്റ് എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് അതിന്റെ തലപ്പ് തിരിക്കുന്നത് സമാന്തര പ്രവർത്തനമല്ലേ? അമേരിക്കയിലെ മേഖലയിൽ വർഷങ്ങളായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന NAKC ബദലായി NIMKC എന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് സമാന്തര പ്രവർത്തനമല്ലേ? അമേരിക്കയിലെ ഡിട്രോയിറ്റ്, ഫിലാഡൽഫിയ തുടങ്ങിയ പള്ളികളിൽ ജ്ഞാനായ സമുദായ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭരണ സംവിധാനം നടപ്പിലാക്കുന്നത് സമാന്തര പ്രവർത്തനമല്ലേ? ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയെടുത്ത EKC, യൂറോപ്യൻ ജ്ഞാനായ കമ്മ്യൂണിറ്റി, ഒരു സമാന്തര സംഘടനയല്ലേ? അപ്പോൾ ഈ സമുദായത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളും സമാന്തര പ്രവർത്തനങ്ങളും നടത്തുന്നത് സെക്രട്ടറിയും സംഘവുമാണെന്ന് വളരെ വ്യക്തമാണ്. സെക്രട്ടറി മുഴക്കുന്ന മറ്റൊരു ഭീഷണി ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ ഭരണഘടനയുടെ 106C വകുപ്പനുസരിച്ച് പള്ളിക്കുറ്റത്തിൽ നിർത്തുമെന്നാണ്. 106Cയിൽ എന്താണ് പറയുന്നത്? ജ്ഞാനായ സമുദായത്തിന്റെയും പള്ളികളുടെയും വിശ്വാസങ്ങൾക്കും മേലധ്യക്ഷതയ്ക്കും നിയമങ്ങൾക്കും ആചാരമര്യാദകൾക്കും എതിരായി പരസ്യമായി പ്രവർത്തിക്കുന്നവരെ എന്നാണ്. അങ്ങനെയെങ്കിൽ ആദ്യം പള്ളിക്കുറ്റം ചുമത്തേണ്ടത് സെക്രട്ടറിയുടെ മേലാണ്. ഈ സമുദായത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ പേരുകളിൽ എത്ര ഗ്രൂപ്പ് യോഗങ്ങൾ നിങ്ങൾ നടത്തി? പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ മേലധ്യക്ഷതയെ പരസ്യമായി നിങ്ങൾ ചോദ്യം ചെയ്തില്ലേ? അദ്ദേഹത്തിന്റെ ഫോട്ടോ അപ്ര സെമിനാരിയിൽ തല തിരിച്ചു വെച്ച് കത്തിക്കുകയും ചവിട്ടുകയും ചെയ്തപ്പോൾ ഈ പള്ളിക്കുറ്റം ബാധകമല്ലായിരുന്നു. പരിശുദ്ധ ബാബായെ പലതവണ പരസ്യമായി വളരെ മ്ലേച്ഛമായ രീതിയിൽ അവഹേളിച്ച, ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവനെ വിളിച്ചു വരുത്തി പൊന്നാടി അണിയിച്ച് മൊമെന്റോ കൊടുത്ത് ആദരിച്ചത് ജ്ഞാനായ സമുദായ സെക്രട്ടറി അല്ലേ? അതുകൊണ്ട് അദ്ദേഹം പള്ളിക്കുറ്റം നിങ്ങൾ ആദ്യം സ്വയം ഏൽക്കുക. ജ്ഞാനായ ദീപം മാസികയിൽ കൂടി എത്ര വർഷങ്ങളായി നിങ്ങൾ വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും നുണകളുടെയും വിഷം തീറ്റുന്നു. താങ്കൾ ഈ സമുദായത്തിന്റെ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഈ സമുദായത്തിലെ വിഭാഗീയതയും കലഹവും വിദ്വേഷവും കേസുകളും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയത്. ഈ സമുദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടന്ന എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയത് ഈ സെക്രട്ടറിയാണ്. മെത്രാച്ചന്മാർ തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ അവർ 4 പേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കട്ടെ എന്ന്
സീനിയർ വൈദികർ ഉൾപ്പെടെ പലരും നിർദ്ദേശിച്ചു. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഇങ്ങനെ ഒരു നിർദ്ദേശം കൽപ്പിച്ചതാണ്. ഇതിന് സേവോരിയോസ് മെത്രാച്ചനും സന്നദ്ധനായിരുന്നു. എന്നാൽ സെക്രട്ടറി സമ്മതിച്ചില്ല. അദ്ദേഹം സേവോരിയോസ് തിരുമേനിയെ ഇങ്ങനെ സംസാരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. മെത്രാച്ചന്മാർ തമ്മിൽ സംസാരിച്ച് രമ്യമായി പ്രശ്നം പരിഹരിക്കുകയുണ്ടായാൽ തനിക്ക് തന്റെ റോൾ ഇല്ലാതാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. കഴിഞ്ഞ ടേമിൽ ഉണ്ടായിരുന്ന ചില കാനായ കമ്മിറ്റി അംഗങ്ങളോട് അദ്ദേഹം ഈ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽ സമാധാനം ഉണ്ടാകാൻ സെക്രട്ടറി ഒരിക്കലും സമ്മതിക്കത്തില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രം. സഭയുടെ എപ്പിസ്കോപ്പൽ സ്വഭാവത്തെ ഇല്ലാതാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. മെത്രാപ്പൊലീത്തന്മാർ ആക്ഷേപിക്കപ്പെടുന്നു, വൈദികർ അവഹേളിക്കപ്പെടുന്നു. നിയമപരമായി സമുദായ മെത്രാപ്പൊലീത്തയാണ് നീലമ്പേരൂർ ഇടവകയുടെ വികാരി. ആ പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യയുള്ള സുബ്ദേനിൽ നിന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ പേരെടുത്തു മാറ്റിയിരിക്കുന്നു. മേഖലയിലെ മെത്രാപ്പൊലീത്തന്മാരുടെ പേര് അവിടെ ഓർക്കുന്നില്ല. ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ? ഇത് തെറ്റാണെന്ന് അറിയാമെങ്കിലും അത് തിരുത്താൻ മെത്രാപ്പൊലീത്തയോ നിങ്ങളോ തയ്യാറായില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. താങ്കളുടെ പ്രവർത്തനത്തിന്റെ മഹത്വം കൊണ്ടല്ലേ സഭയുടെ സ്ഥാപനങ്ങളിലെ ചുമതലക്കാർ മുഴുവൻ രാജിവെച്ചു പോയത്? ഒരാളാണോ? എത്രയോ പേർ രാജിവെച്ചു. സ്കൂളിന്റെ മാനേജർ 2 പേർ അച്ഛന്മാർ രാജിവെച്ചു പോയി. ഫാർമസി കോളേജിന്റെ സെക്രട്ടറി രാജിവെച്ചു പോയി. ആശ്രമത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി രാജിവെച്ചു പോയി. കോട്ടയത്തെ കാനാൻ തോമ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ജ്ഞാനായ സമുദായത്തിന്റെ ഒരു തിലകക്കുറിയായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ആ കാനാൻ തോമ ഹോസ്റ്റൽ, അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന കന്യാസ്ത്രീകളെ നഷ്ടമാണെന്നും പറഞ്ഞ് ഇപ്പൊ പിരിച്ചുവിട്ട് അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഇപ്പോൾ ദിവസ വാടകയ്ക്ക് മുറി കിട്ടും എന്ന് അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുക. ജ്ഞാനായ സമുദായത്തിലെ ഇതിൽ പരം അവഹേളിക്കാൻ എന്താണുള്ളത്? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ജ്ഞാനായ സമുദായത്തിലെ അൽമായക്കാരെയും വൈദികരെയും ഭീഷണിപ്പെടുത്തുവാൻ താൻ ആരാ? നിങ്ങൾ അസോസിയേഷൻ സെക്രട്ടറി എന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രം. ആ നിലയ്ക്ക് താങ്കൾക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്ന് ഭരണഘടന 115B പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ താൻ ചെയ്താൽ മതി. അതിനപ്പുറത്തേക്കുള്ള ഭീഷണി ഒന്നും വേണ്ട. താൻ ജ്ഞാനായ സമുദായത്തിന്റെ ചക്രവർത്തി ഒന്നുമല്ലല്ലോ. ജ്ഞാനായ മക്കളെ ഭീഷണിപ്പെടുത്താൻ താൻ തുനിയേയും വേണ്ട. താൻ പറയുന്നത് കേട്ടു, പോകേണ്ടവർക്ക് പോകാം, പിന്നെ ഇങ്ങോട്ട് വരേണ്ടെന്ന്. ഇതെന്താ ജ്ഞാനായ സമുദായം തന്റെ കുടുംബസ്വത്തോ? ഞങ്ങൾ ആരും എങ്ങോട്ടും പോകുന്നവരല്ല. താനും സംഘവുമല്ലേ കോട്ടയം കാതോലിക്കായെ അപ്രയ സെമിനാരിയിൽ വിളിച്ചു വരുത്തി ആദരിച്ച് അവസാനമായിട്ട് കരാറുണ്ടാക്കിയത്. തനിക്കും കൂട്ടർക്കും വേണമെങ്കിൽ പോകാം. ഞങ്ങൾ ജ്ഞാനായ രക്തം സ്ത്രീകളിൽ ഓടുന്ന കറവീർന്ന അന്ത്യോക്യ വിശ്വാസികളാണ്. ഞങ്ങൾ അവസാന ശ്വാസം വരെയും ഈ നിലപാടിൽ നിൽക്കും. താൻ ഓലപ്പാമ്പ് കാട്ടി ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കരുത്. ഒന്നിനായ ക്ലീമിസ് മെത്രാപ്പൊലീത്ത പറഞ്ഞ പോലെ, ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ജനിച്ചു, ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നു, ഞങ്ങൾ ഈ വിശ്വാസത്തിൽ മരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ സഭാ അംഗങ്ങളോടും അഭ്യർത്ഥിക്കട്ടെ, വരുന്ന നവംബർ 9 തീയതി തിരുമൂലപുരത്ത് നടക്കുന്ന ഈ വിശ്വാസ സംഗമം ജ്ഞാനായ സഭയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഈ വിശ്വാസ സംഗമത്തിൽ അണിചേർന്നുകൊണ്ട് സഭയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എല്ലാവരോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു.